Hi friends, welcome back to my channel. ഇന്ന് ഞാൻ വന്നേക്കുന്ന ചാമ്പയ്ക്ക അച്ചാറുടെ റെസിപ്പി ആയിട്ടാണ്. അപ്പോൾ നമുക്ക് ചോറിൻ്റെ കൂടെ കൂട്ടാനൊന്നും ഇല്ലെങ്കിലും ഈ അച്ചാർ മാത്രം മതി ചോറ് ഉണ്ണാൻ. അത്രയ്ക്കും ടേസ്റ്റി ആയ ഒരു റെസിപ്പിയാണ്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. എളുപ്പത്തിൽ തന്നെ നമുക്കിത് ഉണ്ടാക്കിയെടുക്കാവുന്നതാണ്. ആദ്യമായിട്ട് എൻ്റെ വീഡിയോ കാണുകയാണെങ്കിൽ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ എനേബിൾ ചെയ്യണേ. എന്നാലേ നിങ്ങൾക്ക് എൻ്റെ പുതിയ വീഡിയോസിന് നോട്ടിഫിക്കേഷനൊക്കെ വരത്തുള്ളൂ. അപ്പം ഡയറക്റ്റ് ഇത് അച്ചാർ എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നമുക്കൊന്ന് നോക്കാം. ഓൾമോസ്റ്റ് എനിക്ക് ഒരു ബൗളിൽ ചാമ്പയ്ക്ക ഇവിടെ കിട്ടിയിട്ടുണ്ട്. അതാദ്യമായിട്ട് ഞാൻ നല്ലോണം വൃത്തിക്ക് കഴുകി അതിൻ്റെ സീഡ്സ് ഒക്കെ മാറ്റിയിട്ട് 4ആയിട്ട് മുറിച്ചെടുക്കാം. നമുക്ക് എത്ര പീസിന് വേണ്ട സൈസ് അനുസരിച്ച് നമുക്ക് മുറിച്ചെടുക്കാവുന്നതാണ്. അടുത്തതായിട്ട് വേണ്ട 2 ടേബിൾ സ്പൂൺ ഇഞ്ചി, അത് ഞാൻ ജസ്റ്റ് ഒന്ന് കൊത്തി എറിഞ്ഞിട്ടുണ്ട്. നെക്സ്റ്റ് വേണ്ടത് 2 കുടം വെളുത്തുള്ളിയാണ് ഞാനിവിടെ എടുത്തേക്കുന്നത്. വെളുത്തുള്ളി നിങ്ങൾക്ക് നിങ്ങളുടെ ആവശ്യം അനുസരിച്ച് എടുക്കാവുന്നതാണ്. ഇപ്പം നിങ്ങൾക്ക് വെളുത്തുള്ളി കൂടുതൽ ഇഷ്ടമാണെങ്കിൽ നിങ്ങൾക്ക് അത്രയും എടുക്കാവുന്നതാണ്. അടുത്തതായിട്ട് എടുത്തേക്കുന്നത് 2 തണ്ട് കറിവേപ്പിലയാണ്. ഇനിയും ഫസ്റ്റായിട്ട് നമുക്ക് ചെയ്യേണ്ടത് ആവശ്യത്തിനനുസരിച്ച് ഉപ്പൊന്ന് ഇട്ട് കൊടുക്കണം. ചാമ്പയ്ക്കകത്ത് നല്ലോണം ഉപ്പ് പിടിക്കാനായിട്ട് നമ്മൾ ആദ്യമേ ഉപ്പിട്ട് കൊടുക്കണം. ഇത് നല്ലോണം മിക്സ് ആക്കിയിട്ട് നമുക്കിതൊന്ന് സൈഡിൽ വെക്കാം. അടുത്തതായിട്ട് നമുക്ക് പാൻ എടുത്തിട്ട് അതിനകത്ത് ആവശ്യത്തിനനുസരിച്ച് ഓയിൽ ഇട്ട് കൊടുക്കാം. ഓയിൽ ചൂടാകുമ്പോഴത്തേക്കിന് 1 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം. ഈ കടുക് പൊട്ടി വരുമ്പോഴത്തേക്കിന് നമുക്ക് വെളുത്തുള്ളി ഇട്ടിട്ട് ജസ്റ്റ് ഒന്ന് സ്റ്റിർ ചെയ്തെടുക്കാം. വൺ മിനിറ്റ് സ്റ്റിർ ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് ഇഞ്ചി ഇട്ട് കൊടുത്തിട്ട് അതും കൂടെ ഒന്ന് കുക്ക് ചെയ്തെടുക്കണം. അപ്പം വെളുത്തുള്ളി ഇഞ്ചി നല്ലോണം കുക്കായി വരണം. നമുക്ക് ഒത്തിരി ബ്രൗൺ ആവേണ്ട ആവശ്യമില്ല, ജസ്റ്റ് ഒന്ന് കുക്കായി കിട്ടിയാൽ മതി. ഇനി നമുക്ക് കറിവേപ്പില ഇട്ട് കൊടുക്കാം. ഇതുപോലെ ഇട്ടിട്ട് നല്ലോണം വഴറ്റിയെടുക്കാം. ഇഞ്ചി വെളുത്തുള്ളി എല്ലാം നല്ല കുക്കായി വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് സ്റ്റൗ ഒന്ന് ഓഫ് ചെയ്ത് കൊടുക്കണം. സ്റ്റൗ ഓഫ് ചെയ്തിട്ട് വേണം നമുക്ക് മസാലാസ് എപ്പോഴും ഇടേണ്ടത്, അല്ലെങ്കിൽ അത് ബേൺ ആവാൻ സാധ്യതയുണ്ട്. ആദ്യമായിട്ട് 2 പിഞ്ച് കായം ഇട്ടുണ്ട്. കായം കൂടി പോകാൻ പാടില്ല. ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, പിന്നെ 1/4 ടീസ്പൂൺ ഉലുവ പൊടി. ഉലുവയും കായം ഒത്തിരി കൂടാൻ പാടില്ല, കൂടിക്കഴിഞ്ഞാൽ നമ്മളുടെ അച്ചാർ കഴിക്കും. പിന്നെ നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് നമുക്ക് മുളക് പൊടി ഇട്ട് കൊടുക്കാം. ഇവിടെ ഞാൻ കാശ്മീരി ചില്ലി പൗഡറാണ് യൂസ് ചെയ്തിരിക്കുന്നത്. അത് 2 ടേബിൾ സ്പൂൺ യൂസ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് എത്ര എരി വേണോ അതനുസരിച്ച് നിങ്ങൾക്ക് ഇടാവുന്നതാണ്. പിന്നെ ആവശ്യത്തിനനുസരിച്ച് ഉപ്പ് കൂടാൻ പാടില്ല. വെച്ചാൽ നേരത്തെ നമ്മൾ ചാമ്പയ്ക്കകത്ത് ഉപ്പിട്ടിട്ടുണ്ട്. അപ്പോൾ എത്ര അച്ചാർ വേണോ അത്ര ഉപ്പിടാൻ പാടുള്ളൂ. ഇനി മസാലാസ് എല്ലാം നല്ലോണം മിക്സാക്കി എടുക്കണം. മസാല എല്ലാം നല്ലോണം മിക്സായി വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് ചാമ്പയ്ക്ക മൂടിയിട്ട് നല്ലോണം മിക്സാക്കി എടുക്കാം. നമ്മൾ ഈ ചാമ്പയ്ക്കയും മസാലയൊക്കെ മിക്സ് ആക്കുമ്പം നമുക്ക് സ്റ്റൗ ഓൺ ആക്കേണ്ട ആവശ്യമില്ല. സ്റ്റൗ ഓഫ് ആക്കി തന്നെ നമുക്കിത് നല്ലോണം മിക്സാക്കി എടുക്കണം. സോ മസാല എല്ലാം ചാമ്പയ്ക്കകത്ത് നല്ലോണം മിക്സായി വന്നിട്ടുണ്ട്. അച്ചാർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതിനകത്ത് വിനീഗർ ഒന്നും ഇടേണ്ട ആവശ്യമില്ല, ബിക്കോസ് ഓൾറെഡി ചാമ്പയ്ക്കയ്ക്ക് ഒരു പുളി രസമുണ്ട്. അപ്പം 2 ദിവസം ഇരിക്കുമ്പോഴത്തേക്കിന് ഇതിൻ്റെ വെള്ളം എല്ലാം ഇറങ്ങി മസാല എല്ലാം നല്ലോണം പിടിച്ച് നല്ലൊരു അച്ചാർ നമുക്ക് റെഡിയായി കിട്ടുന്നതായിരിക്കും. ഇതിനെ ആറി കഴിഞ്ഞിട്ട് നമുക്കൊരു ജാറിനകത്തോട്ട് ഇട്ടെടുക്കാം. അച്ചാർ എപ്പോഴും സ്റ്റോർ ചെയ്യുന്നത് ഒരു ടൈറ്റ് കണ്ടെയ്നറിനകത്തായിരിക്കണം, ജാർ കണ്ടെയ്നറിനകത്തായിരിക്കണം. അപ്പോൾ അതെപ്പോഴും ശ്രദ്ധിക്കുക. ഇത് നമുക്ക് വേണമെങ്കിൽ ഇപ്പം തന്നെ സെർവ് ചെയ്യാം, പക്ഷേ ഒരു ദിവസം കൂടെ കഴിഞ്ഞാൽ ഇതിൻ്റെ ചാറൊക്കെ ഒന്ന് ഇറങ്ങി നല്ല ടേസ്റ്റിയായ ഒരു അച്ചാർ റെഡിയായി കിട്ടും. അപ്പം ഓൾമോസ്റ്റ് 2 ഡേയ്സ് കഴിഞ്ഞു. നിങ്ങൾ കാണാം നല്ലോണം ചാറൊക്കെ ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ നല്ല ടേസ്റ്റിയായ ഒരു അച്ചാർ, ചോറിൻ്റെ കൂടി ഈ അച്ചാർ മാത്രം മതി. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് ഈ റെസിപ്പി ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, പിന്നെ ലൈക്കും നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോ കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.